വാശിയേറിയ 3 ഉപതെരഞ്ഞെടുപ്പുകൾ കേരളത്തിൽ നടക്കുന്നു. ഒപ്പം ദേശീയ പ്രാധാന്യമുള്ള 2 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളും നടക്കുന്നു. നമുക്ക് കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ നിന്ന് ആരംഭിക്കാം. അതിൽ ഏറ്റവും വാശിയേറിയത് ഒരു സംശയവും വേണ്ട പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. പാലക്കാട് താമര അക്കൗണ്ട് തുറക്കും എന്നും തൃശ്ശൂർ പാലക്കാട് ആവർത്തിക്കുമെന്നുമൊക്കെ വലിയ തോതിലുള്ള പ്രചരണത്തോടു കൂടിയാണ് BJP കളത്തിലിറങ്ങുന്നത്. BJP കളത്തിലിറങ്ങി എന്ന് മാത്രമല്ല, CPM കോൺഗ്രസിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി അവിടെ നിർത്തി. പി സരിൻ വന്നാൽ കോൺഗ്രസിലെ വലിയ തോതിൽ വോട്ടുകൾ പിടിക്കും. അങ്ങനെ സരിൻ വിജയിക്കും എന്നുവരെ CPM ശക്തമായി പ്രചരിപ്പിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നത് കോൺഗ്രസിന് ഗുണകരമല്ല, കാരണം അദ്ദേഹം പത്തനംതിട്ടക്കാരനാണ് എന്നും പാലക്കാട്ട് നിന്നുള്ള ആൾ വേണം എന്നൊരു വാദം അവിടെ ഉണ്ടായിരുന്നു. കെ മുരളീധരൻ മത്സരിക്കണം എന്ന മറ്റൊരു വാദം അവിടെ ഉണ്ടായിരുന്നു. കാരണം ഷാഫി പറമ്പിൽ വടകരയ്ക്ക് പോയപ്പോൾ പാലക്കാട് സീറ്റ് BJPക്ക് കൊടുക്കാം എന്ന ഉറപ്പിലാണ് പോയത് എന്ന LDF പ്രചരണമുണ്ടായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള അണ്ടർ കറൻസ്, അന്തർധാരകൾ പ്രകടമായ ഒരു സ്ഥലമായിരുന്നു പാലക്കാട്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ തന്നെ കല്ലുകടികൾ ഉണ്ടായി. BJPയെ സംബന്ധിച്ചിടത്തോളം ശോഭാ സുരേന്ദ്രൻ വേണോ കെ സുരേന്ദ്രൻ വേണോ എന്ന ആശയങ്ങളൊക്കെ ഉണ്ടായി. അവസാനം പാലക്കാട്ടുകാരനായ CK എന്നവർ ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന C കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായി. അത് ഷാഫി പോയപ്പോൾ ഷാഫിയോട് താല്പര്യമുണ്ടായിരുന്ന ആളുകൾ ഇപ്പോൾ കോൺഗ്രസിന് വോട്ട് ചെയ്യില്ല. അവർ പലരും, പ്രത്യേകിച്ചും കൽപ്പാത്തി മേഖലയിലെ സവർണ വിഭാഗക്കാർ പോലും ഷാഫിക്ക് വോട്ട് ചെയ്തിരുന്നു. അവരുടെ വോട്ട് കിട്ടില്ല. അതുകൊണ്ട് തന്നെ UDF 3ാം സ്ഥാനത്തേക്ക് പോകും എന്നൊരു പ്രവചനം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. അതിനിടയിലാണ് അവിടെ നിരവധി വിവാദങ്ങൾ ഉണ്ടായത്. DCCയുടെ കത്ത് പുറത്തു വന്നു. കോൺഗ്രസിൽ നിന്ന് പലരും രാജിവെച്ചു എന്ന രൂപത്തിലുള്ള പ്രചരണം വന്നു. മറുവശത്ത് പെട്ടി വിവാദം, നീലപ്പെട്ടി വിവാദം വന്നു. ട്രോളിയിൽ പണം കൊണ്ടുവന്നു എന്ന രൂപത്തിലുള്ള പ്രചരണം വന്നു. വാറ്റുചാരായ വിഷയം വന്നു. ഏറ്റവും ഒടുവിൽ സന്ദീപ് വാര്യർ എന്ന BJPയുടെ സ്പോക്സ് പേഴ്സൺ, സംസ്ഥാന കമ്മിറ്റി നേതാവ് ആയിട്ടുള്ള ആൾ കോൺഗ്രസിലേക്ക് വന്നു. അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്ന് പിറ്റേ ദിവസം പാണക്കാട് തങ്ങളെ കാണാൻ പോയി. തെരഞ്ഞെടുപ്പ് ദിവസം സമസ്ത നേതാവ് ജെഫ്രി മുത്തുക്കോയ തങ്ങളെ കാണാൻ പോയി. ഇതൊക്കെ വലിയ തോതിൽ വിവാദങ്ങളായി നിന്നതാണ്. ഏറ്റവും ഒടുവിൽ സന്ദീപ് വാര്യർക്കെതിരായി CPM, LDF 2 മുസ്ലിം പത്രങ്ങളിൽ പരസ്യം നൽകിയതും വിവാദമായി. സുപ്രഭാതം, സിറാജ് എന്നീ സുന്നി വിഭാഗക്കാർ വായിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഉടമസ്ഥതയിലുള്ള പത്രത്തിലാണ് അവർ പരസ്യം നൽകിയത്. അത് മറ്റൊരു വിവാദമായി. CPM പോലൊരു പാർട്ടി അങ്ങനെ ചെയ്യാമോ? ദേശാഭിമാനിയിൽ പോലും കൊടുക്കാത്ത പരസ്യം എങ്ങനെയാണ് സുന്നി പത്രത്തിൽ വന്നത്? അതിന് MB രാജേഷ് പറഞ്ഞൊരു ന്യായം വളരെ രസകരമാണ്. അവിടെ കാശ് കുറവാണ് എന്ന്. കാശ് കുറവാണെങ്കിൽ അവർക്ക് വേറെ എന്തെല്ലാം പത്രത്തിൽ കൊടുക്കാം? ഒരു പൈസയും കൊടുക്കാതെ ദേശാഭിമാനി കൊടുക്കാമല്ലോ. അല്ലെങ്കിൽ മറ്റ് നിരവധി പത്രങ്ങളുണ്ട്. എന്തുകൊണ്ട് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ വായിക്കുന്ന പത്രങ്ങളിൽ കൊടുത്തു? ഇത്തരത്തിൽ നിരവധി വിവാദങ്ങൾ കത്തി നിൽക്കുകയാണ്. ഇപ്പോഴും പാലക്കാടിന്റെ വോട്ടെണ്ണൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആദ്യ നിഗമനത്തിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പാലക്കാടിന്റെ വോട്ടിംഗ് പാറ്റേൺ വളരെ പ്രത്യേകതയുള്ളതാണ്. ഏതാണ്ട് 104 ബൂത്ത് വരെ എന്ന് പറഞ്ഞാൽ 6-7 റൗണ്ട്, 7.5 റൗണ്ട് വരെ നിൽക്കുന്നത് BJPക്ക് സ്വാധീനമുള്ള മുനിസിപ്പാലിറ്റി. BJP ഭരിക്കുന്ന കേരളത്തിലെ ഏക നഗരസഭയാണ്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ തോതിൽ പോളിംഗ് ഉണ്ടാകുമെന്നും അവിടെ വലിയ തോതിൽ ലീഡ് നേടുമെന്നും 2021 E ശ്രീധരൻ മത്സരിച്ചപ്പോൾ ഏതാണ്ട് 9,000 വോട്ടിന്റെ വരെ ലീഡ് ഈ നഗരസഭാ പ്രദേശത്ത് ഇവർക്കുണ്ടായി. നഗരസഭ എണ്ണിക്കഴിയുമ്പോൾ അതിനെ മറികടന്നത് പിരായിരി, കണ്ണാടി, മാത്തൂർ എന്നീ പഞ്ചായത്തുകളിൽ വലിയ തോതിൽ UDF ലീഡ് നേടിയിട്ടാണ്. അങ്ങനെയാണ് 3000 വോട്ടിന് ഷാഫി പറമ്പിൽ അവിടെ ജയിക്കുന്നത്. ആ സ്ഥലത്തേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുവന്നത്. ഇത് റിസ്ക് ഉണ്ടതിൽ യാതൊരു സംശയവുമില്ല. UDF റിസ്ക് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ അതിനെതിരായ വികാരം ഉണ്ടായതും സരിൻ പോയതും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ ഇപ്പോൾ കാണുന്ന ഒരു പ്രത്യേകത, നമ്മളിത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നഗരസഭയിലെ വോട്ട് ഏതാണ്ട് എണ്ണിത്തീർന്നിരിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. നഗരസഭയിലെ വോട്ട് എണ്ണിത്തീരുമ്പോൾ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിൽ അവിടെ 1500 വോട്ടിലധികം ലീഡ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയിരിക്കുന്നു എന്നതാണ്. എന്ന് പറഞ്ഞാൽ BJPയുടെ വോട്ടിൽ വലിയ തോതിൽ ചോർച്ചയുണ്ടായിരിക്കുന്നു.
അത് കുറച്ച് ചില ബൂത്തുകളിൽ LDF പിടിച്ചിട്ടുണ്ടാവാം. പക്ഷേ പ്രധാനമായും ആ വോട്ടുകൾ അധികവും വന്നത് UDFിലേക്കാണ്. അല്ലെങ്കിൽ BJPയുടെ വോട്ടിലെ കുറവ് അഡ്വാൻറ്റേജ് ആയത് UDFിനാണ്. കാരണം അവിടെ UDFും BJPയും തമ്മിൽ നേരിട്ടുള്ള മത്സരമാണ്. ത്രികോണ മത്സരം എന്നൊക്കെ മാധ്യമങ്ങൾ പറയുമ്പോൾ പോലും അത്ര വലിയൊരു ത്രികോണ മത്സരമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാം. സരിൻ 3-ാം സ്ഥാനത്ത് തന്നെ ഉണ്ടാവും. സരിൻ ഒഴിച്ച് ബാക്കി ആരും പറഞ്ഞിട്ടില്ല സരിൻ 1-ാം സ്ഥാനത്ത് വരുമെന്ന്. താൻ 75,000 വോട്ട് പിടിക്കുമെന്നൊക്കെ സരിൻ പറയുമ്പോൾ നമുക്ക് തന്നെ ചിരി വരാറുണ്ട്. കാരണം അവിടെ ഏറ്റവും നല്ല ജയിച്ച സ്ഥാനാർത്ഥി പോലും 45,000 55,000-ത്തിനടുത്ത് വോട്ടാണ് പിടിച്ചിട്ടുള്ളത്. സരിൻ തൻ്റെ വോട്ട് 36,000 വോട്ട് 70,000 ആക്കും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അതൊക്കെ നമുക്ക് വിടാം. തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെ പലതും പറയും. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് അത്ഭുതമുണ്ട്. ഏതായാലും ഇപ്പോൾ കിട്ടുന്ന ട്രെൻഡ് അനുസരിച്ച് BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ഇനി എണ്ണാനുള്ള 3 പഞ്ചായത്തുകളിൽ BJP വളരെ ദുർബലമാണ്. അവിടെ LDFും UDFും തമ്മിലാണ് മത്സരം. അവിടെ 13,000 വോട്ട് പിടിച്ചാൽ മാത്രമേ LDFിന് ജയിക്കാനുള്ള സാധ്യതയുള്ളൂ. അത് സാധ്യത വളരെ കുറവാണ്. നേരെ മറിച്ച് UDFിന്റെ വോട്ട് കുറയ്ക്കുകയും അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷം കുറയ്ക്കുകയും ചെയ്യാം എന്ന് വേണമെങ്കിൽ സംഭവിക്കാം. അങ്ങനെയല്ല സംഭവിക്കുന്നതെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ നഗരസഭയിൽ ഉണ്ടായ ട്രെൻഡ് അതുപോലെ പഞ്ചായത്തുകളിലേക്കും ആവർത്തിക്കുകയാണെങ്കിൽ 10,000-ഓ 15,000-ഓ 12,000-ഓ ഒക്കെ വോട്ട് ഭൂരിപക്ഷത്തിലെത്താം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, BJP പാലക്കാട് ജയിക്കാനുള്ള സാധ്യത ഏതാണ്ട് ഇല്ലാതായിരിക്കുന്നു. അത് BJPക്കാർ തന്നെ സമ്മതിക്കുന്നു. കാരണം നഗരസഭയിൽ അവർക്ക് വോട്ട് കിട്ടിയില്ലെങ്കിൽ, വല്ല ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഈ സാഹചര്യത്തിൽ പാലക്കാട് UDF നിലനിർത്തും. അതും ഷാഫി നേടിയതിനേക്കാൾ കൂടിയ ഭൂരിപക്ഷത്തിൽ എന്നാണ് നമുക്ക് പ്രാഥമികമായ വിലയിരുത്തലിലൂടെ പറയാൻ കഴിയുന്നത്. BJPക്ക് പാലക്കാട് നഗരസഭയിൽ ഉണ്ടായ തിരിച്ചടി എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് പല ഉത്തരങ്ങൾ പറയാം. ഒന്ന്, BJPക്ക് അകത്ത് തന്നെ വലിയ പ്രശ്നമുണ്ടായി എന്ന് പറയുന്നു. പക്ഷെ RSS അതിൻ്റെ ഏറ്റവും ശക്തമായ സംഘടനാ സംവിധാനം ഉപയോഗിച്ചിട്ടാണ് ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടന്നത്. രണ്ടാമത്, സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയപ്പോൾ BJPയിൽ ഉണ്ടായിരുന്ന അനൈക്യം ഇല്ലാതായി എന്നും BJP ശക്തമായി ഒറ്റക്കെട്ടായി എന്നും അങ്ങനെ അവർ മുൻപോട്ട് പോകും എന്നുമാണ് പ്രചരണമുണ്ടായിരുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് BJP പരാജയപ്പെട്ടത്? BJP മുന്നോട്ട് പോയതിന് ഒരു പ്രധാന കാരണം ഞാൻ വിചാരിക്കുന്നത് ആൻറ്റി ഇൻകംബൻസി തന്നെയാണ്. ആൻറ്റി ഇൻകംബൻസി എന്ന് പറഞ്ഞാൽ പാലക്കാട് നഗരസഭ ഭരിക്കുന്ന BJPയാണ്. നഗരസഭയിൽ BJPക്ക് ശക്തമായ തിരിച്ചടി നേരിട്ടു എന്ന് തന്നെയാണ് കാണേണ്ടത്. കാരണം അവർക്കുണ്ടായിരുന്ന മേൽക്കൈ പോയി. UDFും LDFും കൂടിയാൽ BJPയേക്കാൾ വളരെ കൂടുതൽ വോട്ട്, UDFിന് തന്നെ കൂടുതൽ വോട്ടുണ്ട്, LDFിനും തിരക്കേടില്ലാത്ത 13,000-ത്തിനടുത്ത് വോട്ടുണ്ട്. കഴിഞ്ഞ തവണ 16,000 വോട്ടാണ് അവർക്ക് കിട്ടിയത്. അതിന് വലിയ കുറവില്ലാതെ അവർ നിലനിർത്തിയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ വളരെ അപകടകരമായൊരവസ്ഥയിലേക്ക് പാലക്കാട് നഗരസഭാ ഭരണം പോയി എന്ന് കണക്കാക്കണം. പാലക്കാട് നഗരസഭയിൽ പ്രത്യേകിച്ചും C. കൃഷ്ണകുമാറിൻ്റെ ഭാര്യയാണ് പ്രധാന കഥാപാത്രം എന്നതുകൊണ്ട് അതും കൃഷ്ണകുമാറിന് വിരുദ്ധമായി വന്നു എന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഏതായാലും BJPക്ക് ആൻറ്റി ഇൻകംബൻസി മറ്റാർക്കും ഉണ്ടായില്ലെങ്കിലും BJPക്ക് അവിടെ ആൻറ്റി ഇൻകംബൻസി ഉണ്ടായി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് നഗരസഭയുടെ ഭരണം BJPക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത, കാരണം അടുത്ത വർഷം ഒരു വർഷത്തിനകത്ത് നഗരസഭാ തെരഞ്ഞെടുപ്പ് വരെയാണ്, BJPക്ക് നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ചും C. കൃഷ്ണകുമാറിനെ പോലെ ഒരാളെ മുന്നിൽ നിർത്തിയാണ് ഇനിയും മത്സരിക്കുന്നതെങ്കിൽ.